കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊല നമ്മെ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മരുന്ന് മടക്കുന്ന ഇരുണ്ട ആശുപത്രി ഇടനാഴിൽ വെച്ച് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടിയെ നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല. ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെയും ഒറ്റ രാത്രിയിൽ തകർക്കപ്പെട്ട അരുണ ഷാൻബാഗ് എന്ന നഴ്സിനെ. ആശുപത്രിയിലെ അറ്റൻഡറുടെ ക്രൂരമായ ലൈംഗിക ആക്രമണത്തിനിരയായി 42 വർഷം കോമ സ്റ്റേജിൽ കഴിഞ്ഞ മുംബൈയിലെ നഴ്സ് അരുണ ഷാൻബാഗ് വിസ്മൃതിയിലേക്ക് പോകുന്നതിനിടെ ആ പേര് ഒരിക്കൽ കൂടി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് അരുണയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിക്കുള്ളിലെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കെതിരായ ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് അരുണ ഷാൻബാഗിനെതിരെ നടന്നത്. ദയാവധത്തെക്കുറിച്ചുള്ള ദേശീയ സംവാദങ്ങൾക്ക് കാരണമായ കേന്ദ്ര ബിന്ദുവായി മാറിയ കേസായിരുന്നു അത്. നഴ്സിംഗ് പ്രൊഫഷൻ പാഷനായി കണ്ടാണ് അരുണ മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ആശുപത്രിയിൽ അന്ന് ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോലിയോട് എന്നും നീതി പുലർത്തുന്ന അനേകായിരം മാലാഖമാരിൽ ഒരാളായിരുന്നു അരുണയും. 1973 നവംബർ 27 രാത്രി ആശുപത്രിയുടെ കാർഡിയോ വാസ്കുലർ തൊറാസിക് സെന്ററിന്റെ ബേസ്മെന്റിലെ ഒരു മുറിയിൽ വെച്ച് അവരുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാകുന്നു. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ വൈകുന്നേരം നഴ്സിംഗ് വസ്ത്രം മാറുന്നതിനിടെ സോഹൻലാൽ വാൽമീകി എന്ന അറ്റൻഡർ ഇവരെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. നായയുടെ ചങ്ങല കൊണ്ട് കഴുത്ത് മുറുക്കിയതിനാൽ മസ്തിഷ്ക ആഘാതം സംഭവിച്ച അരുണ ആ കാലം മുതൽ 2015 മെയിൽ ഔദ്യോഗികമായി മരണത്തിന് കീഴടങ്ങും വരെ കോമയിൽ തുടർന്നു. അന്ന് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു അരുണയ്ക്ക്. ആശുപത്രിയിലെ ഒരു ഡോക്ടറുമായി വിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു അരുണ. 1973 മുതൽ 2015 വരെ അതേ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ അരുണയ്ക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീം കോടതി വരെ അപേക്ഷ എത്തിയെങ്കിലും സ്വാഭാവിക മരണത്തിന് വിടാനും അതുവഴി 4 പതിറ്റാണ്ടിലേറെ ലൈംഗിക കുറ്റകൃത്യത്തിന് ജീവിക്കുന്ന ഇരയായി മാറ്റാനുമായിരുന്നു കോടതി തീരുമാനിച്ചത്. മറ്റേതൊരു അതിജീവിതയുടെയും പേരും ചിത്രവും മറച്ചുവെക്കപ്പെടുകയും സ്ഥിതിവിവരക്കണക്കായി വിസ്മൃതിയിലാകുകയും ചെയ്തെങ്കിലും അരുണയുടെ പേരും ചിത്രവും ഇന്നും നമുക്ക് സുപരിചിതമാണ്. ദയാവധത്തിന് പോലും അനുമതിയില്ലാതെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ജീവിച്ച് നരകിക്കേണ്ടി വന്ന അരുണ പുരുഷ ലൈംഗിക വൈകൃതങ്ങളുടെ പ്രതീകമായി മാറി. ആക്രമണത്തിനിരയാകുമ്പോൾ 25 വയസ്സുണ്ടായിരുന്നു അരുണയ്ക്ക്. മരണം സ്ഥിരീകരിക്കുമ്പോൾ വയസ്സ് 67. അരുണയോടുള്ള പകയാണ് അറ്റൻഡർ സോഹൻലാലിനെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്. താൽക്കാലിക ജീവനക്കാരായ സോഹൻ പലപ്പോഴും അരുണയുമായി വഴക്കിട്ടു. ആശുപത്രി മാനേജ്മെന്റ് അംഗം കൂടിയായ ഡോക്ടർ സന്ദീപുമായി വിവാഹം ഉറപ്പിച്ചതോടെ പക കൂടി. കൃത്യത്തിന് ശേഷം അരുണയുടെ കഴുത്തിലെ സ്വർണ്ണമാലയും വാച്ചും പണവും സോഹൻലാൽ അപഹരിച്ചു. അടുത്ത ദിവസം തൂപ്പുകാരാണ് അബോധാവസ്ഥയിലായ അരുണയെ കണ്ടത്. പോലീസിൽ അറിയിച്ചെങ്കിലും പീഡന വിവരം മറച്ചുവെച്ചു. മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടതായി അവതരിപ്പിച്ചു. അതിനാൽ കൊലപാതക ശ്രമത്തിന് 7 വർഷത്തെ ശിക്ഷ ഏറ്റുവാങ്ങി സോഹൻലാൽ പുറത്തിറങ്ങി. അപ്പോഴും ഇതൊന്നും അറിയാതെ അരുണ വെന്റിലേറ്ററിൽ കിടപ്പുണ്ടായിരുന്നു. അരുണയെ വിവാഹം ചെയ്യാനിരുന്ന ഡോക്ടർ സന്ദീപ് സർദേശായി 4 വർഷക്കാലമാണ് അവർക്കൊപ്പം നിന്നത്. അവരൊരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നറിഞ്ഞിട്ടും അയാൾ അവർക്കൊപ്പം അവരോട് സംസാരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും 4 ആണ്ടുകൾ കൂടെ നിന്നു. വർഷങ്ങൾക്ക് ശേഷം സോഹൻലാലിനെ പാർപ്പി എന്ന ഗ്രാമത്തിൽ കണ്ടെത്തിയ അനുഭവം പത്രപ്രവർത്തകൻ ധ്യാനേഷ് ചവാൻ പറയുന്നുണ്ട്. വിവാഹിതനായി കുടുംബസമേതം ഇവിടെ ജോലി ചെയ്ത് കഴിയുകയായിരുന്നു സോഹൻ. എന്നാൽ കാലത്തിന് കാവ്യനീതി എന്ന ഒന്നുണ്ട്. അത് സത്യമായതിനാലാകാം സോഹൻലാൽ പിന്നീട് എയ്ഡ്സ് ബാധിച്ച് മരിച്ചെന്നാണ് റിപ്പോർട്ട്.